പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ, ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരു ക്രിസ്മസിന് കൂടി ഒരുങ്ങുകയാണ്. ഇനിയും നമ്മൾ പുൽക്കൂടുണ്ടാക്കി ഉണ്ണീശോനെ വീണ്ടും അവിടെ കൊണ്ടേ കിടത്താനുള്ള ആ ഒരു ക്രിസ്മസിലേക്കല്ല നമ്മൾ വരേണ്ടത്. നമ്മൾ യേശുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടവരാണ്. ഒപ്പം തന്നെ നമ്മളിൽ ക്രിസ്തു ജീവിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാലഘട്ടമാണ്. അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തണം. ഇതാണ് നമ്മുടെ വിളി. ഇതിലേക്കാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ വിളിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളോട് വേറെ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഇഫ് ഗോഡ് ഇസ് ഫോർ യു, നോബഡി ക്യാൻ ബി അഗൈൻസ്റ്റ് യു. കർത്താവ് നിന്റെ പക്ഷത്തെങ്കിൽ നിനക്കെതിരായിട്ട് ആരും നിൽക്കത്തില്ല. ഇന്ന് ലോകവും വലിയ പ്രതിസന്ധിയിലൂടെ ലോകം കടന്നു പോവുകയാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവകൃപയുടെ അഭാവമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും കാരണം. അതുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കുക, അവനിൽ ജീവിക്കുക, അവനിൽ വസിക്കുക, അവനിൽ ചരിക്കുക, അവനിൽ ആയിത്തീരുക. ഈ ലക്ഷ്യത്തെ നമ്മളെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാണ്. ഇതിനാണ് നമ്മൾ നിത്യജീവൻ എന്നൊക്കെ പറയുന്നത്. നമ്മളിൽ യേശു ജീവിക്കുന്നു, നമ്മൾ യേശുവിൽ വളരുന്നുണ്ട്. ഓരോ ദിവസം ചെല്ലുന്നവരും നമ്മൾ യേശുവിൽ വളരുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഉറപ്പായിരിക്കണം. 2, നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കായനോട് ദൈവം ചോദിച്ചോട്, നിന്റെ സഹോദരൻ എവിടെ? ഇന്ന് നമ്മുടെ സഹോദരങ്ങളിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ലോകത്ത് 100,000 പ്രശ്നങ്ങളിൽ മനുഷ്യർ അലഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ വലിയ ദൗത്യമാണ് യേശുവിനെ പ്രഘോഷിക്കുക. ഈ സുവിശേഷം, ഈ സത്യസുവിശേഷം മുമ്പേത് കാലഘട്ടത്തെക്കാൾ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മാർപ്പാപ്പ സെന്റ് ജോൺ പോൾ II വാക്കുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നല്ലതാണെന്ന് ഇരിക്കുന്നുണ്ട്. വി ആർ നൗ സ്റ്റാൻഡിങ് ഇൻ ദ ഫേസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിക്കൽ കൺഫ്രണ്ടേഷൻ ഹ്യൂമാനിറ്റി ഹാസ് എവർ എക്സ്പീരിയൻസ്ഡ്. മാനവകുലം തിന്മയുമായി മുമ്പേത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ വലിയ ഒരു ഏറ്റുമുട്ടലിനായിട്ട് ഒരുങ്ങുകയാണ് മാനവകുലം. മാർപ്പാപ്പയുടെ വാക്കുകൾ, വി ആർ നൗ ഫേസിംഗ് ദ ഫൈനൽ കൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ദ ചർച്ച് ആൻഡ് ദി ആൻറ്റി ചർച്ച്, ബിറ്റ്വീൻ ദ ഗോസ്പൽ ആൻഡ് ദി ആൻറ്റി ഗോസ്പൽ, ആൻഡ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റി ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ വി ആർ നൗ ഫേസിംഗ് ദ ഫൈനൽ കൺഫ്രണ്ടേഷൻ. അപ്പോൾ ആ അവസാന കൺഫ്രണ്ടേഷനിലേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ നമുക്കറിയാം. അമേരിക്കയിൽ കുറേ ഡ്രോണുകൾ വരുന്നുണ്ടെന്ന് പറയാം, UFOs വരുന്നെന്ന് പറയാണ്, അന്യഗ്രഹ ജീവികൾ വരുന്നുണ്ടെന്ന് പറയാം. ഇതൊക്കെ വലിയ ഒരു കൺസ്പിറസി തിയറി ഇതിൻ്റെ പുറയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ വലിയ തിന്മയുടെ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അമേരിക്കയുടെ മേഘങ്ങളിൽ മുഴുവനും ഡ്രോണുകൾ വരികയാണ്. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ മനുഷ്യൻ്റെ നമ്മുടെ ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസ പരിത്യാഗമുണ്ടാകുന്ന തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ, അവസാന കാലഘട്ടങ്ങളിൽ വിശ്വാസ പരിത്യാഗം ഉണ്ടാകണം. അപ്പോൾ വിശ്വാസം ഉപേക്ഷിക്കുവാൻ വേണ്ട ഘടകങ്ങൾ ഉണ്ടാക്കണം. അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ടാണെന്ന് ലോകത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബൈബിളിൽ ഇല്ലാത്ത അന്യഗ്രഹ ജീവികളൊക്കെ ഉണ്ട്. അപ്പോൾ ബൈബിൾ പറയുന്നത് മുഴുവൻ തെറ്റാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം, വളരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് ദൈവത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഈ ആൻറ്റി ക്രൈസ്റ്റ് വരുമ്പോഴത്തേക്കും ഏത് രൂപത്തിലാണ് വരിക എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി അന്യഗ്രഹ ജീവികളുടെ രൂപത്തിലാണെങ്കിൽ ചിലപ്പോൾ വരാം. കാരണം മൃഗം എന്നൊക്കെ പറഞ്ഞ് വേദപുസ്തകത്തിൽ പറയുമ്പോൾ ഇത് ഏത് രൂപത്തിലും വരാം. അപ്പം അന്യജീവികൾ എന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അവരിങ്ങനെ നമ്മളെ ഭൂമിയെ ആക്രമിക്കാൻ വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. അപ്പം അതിനെതിരായിട്ട് നമ്മൾ ഇതൊക്കെ പറയുന്നത് വിശ്വസിച്ച് നടന്ന കാര്യം ശരിയാവത്തില്ല. 2, പുതിയ ടെക്നോളജിയിലേക്ക് വരികയാണ്. ഇതെല്ലാം കൂടി ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മൾ ഇന്ന് എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കൈകളിലേക്ക് ഇന്ന് ലോകം മുഴുവൻ എത്തിച്ചേരാൻ പോവുകയാണ്. അദ്ദേഹം ഒരു ആൻറ്റി ക്രൈസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
എങ്കിലും ഹീ ഈസ് പ്രിപ്പയറിങ് ദ വേ. അദ്ദേഹത്തിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് ലോകത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും എത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കും. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ജാഗരൂകരായിരിക്കുക. ഓക്കെ, നമ്മുടെ ആത്മരക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കഠിനമായ പ്രയത്നം നടത്തേണ്ട ഒരു സമയമാണ്. അപ്പം വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി, ദ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി, അതായത് വിശ്വാസത്യാഗത്തിൻ്റെ അരൂപി ഉണ്ടാകും. 2 തെസ്സലോനിക്ക 2-ാമത്തെ അധ്യായം, ആരും നിങ്ങളെ ഒരു വിധത്തിനും വഞ്ചിക്കാതിരിക്കട്ടെ, എന്തെന്നാൽ ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ പ്രത്യക്ഷപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ലോകത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇന്ന് ലോകത്തിൻ്റെ ഗതി നിശ്ചയിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കപ്പെടുകയാണ്. നമ്മൾ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പല ലോക രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, യുദ്ധങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇങ്ങനെ വലിയ ദുരന്തങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ചും നമ്മുടെ കൂടെയുള്ളവരുടെ ആത്മരക്ഷയെക്കുറിച്ചും വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇനിയും പഴം പറിച്ച് നമ്മൾ ഈ ലോകത്തിൻ്റെ പണമുണ്ടാക്കുന്നതിൻ്റെ പുറകെ നടക്കരുത് മക്കളെ. അപ്പോൾ സ്വർഗം നമ്മളെ വളരെ കൃത്യമായിട്ട് വാണിംഗ് തരികയാണ്. പണം വേണം, പണം നിനക്ക് വേണ്ടതും, നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ നിന്റെ ദൈവം നിനക്ക് തരും. പക്ഷേ നമ്മൾ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഇതിൻ്റെ പുറകെ പോകരുത്. ഞാനതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വചനം നമ്മൾ ഓർമ്മിക്കും. ആ ദിവസത്തിന് മുൻപ്, ആ ദിവസം എന്ന് പറഞ്ഞാൽ ബിഫോർ ദി റെവലേഷൻ ഓഫ് ദി ആന്റിക്രൈസ്റ്റ് വരുന്നതിന് മുൻപ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടി ഞാനത് പറഞ്ഞു പോവുകയാണ്. കാരണം നമ്മൾ മറന്നു പോകരുത്. അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കും. ഈ അരാജകത്വത്തിൻ്റെ അരൂപി ഇപ്പോൾ തന്നെയുണ്ട്. എല്ലായിടത്തും ഒരു അസ്വസ്ഥത, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള തല്ലുപിടുത്തങ്ങൾ, അനുസരണക്കേടിൻ്റെ അരൂപി, നമ്മുടെ സഭാ സംവിധാനങ്ങളിൽ അധികാരങ്ങളെ ധിക്കരിക്കുന്ന രൂപി, നമ്മുടെ വീടുകളിൽ മക്കൾ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന രൂപി, ഓർഗനൈസേഷനുകൾ എതിർക്കുന്ന മറ്റ് സംവിധാനം, എല്ലാ മേഖലയിലും ഈ അരാജകത്വത്തിൻ്റെ അരൂപി വരികയാണ്. ഓരോരുത്തരും അവനവന് തോന്നുന്ന പോലെ ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കാണുന്നത് ഇത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അസ്വസ്ഥരാകണ്ട, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെയാണ് നമ്മൾ യേശുവിൽ നമ്മൾ ശരണപ്പെടണം. മുമ്പേത് കാലഘട്ടത്തേക്കാൾ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ട സമയമാണ്. കാരണം ഈ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്തിനാണെന്ന് വെച്ചാൽ നിന്റെ വിശ്വാസം, നിന്റെ ഹൃദയ വികാരങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ പൊന്നുമകനെ നീ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം. അപ്പോൾ ഈ പ്രതിസന്ധികളില്ലാതെ, വെല്ലുവിളി ഇല്ലാതെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയില്ല. നമ്മളും ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഭയങ്കര വിശ്വാസിയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്, ഞാൻ യേശു ക്രിസ്തുവിന് മരിക്കാൻ തയ്യാറാണ്. നമ്മളെ ശ്ലീഹന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയതാ. പക്ഷേ വെല്ലുവിളി വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ എല്ലാം പതറി, എല്ലാം തകർന്നു പോയി. അപ്പോൾ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കാലഘട്ടത്തിന് മുമ്പ് ഒരിക്കലും ഞാൻ വചനം വായിക്കുകയാണ്. ആരും നിങ്ങളെ ഒരു വിധത്തിൽ വഞ്ചിക്കാതിരിക്കട്ടെ, എന്തെന്നാൽ ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമാകുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി അവൻ താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. അപ്പോൾ ഈ അരാജകത്വം, ഈ അരൂപി ഇന്ന് ലോകത്തിലുണ്ട്. അപ്പോൾ ഈ അരൂപി ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇത് കയറി വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ കൂട്ടായ്മകളിൽ ഇത് കയറി വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ സഭാ സംവിധാനങ്ങൾ കയറി വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇത് കയറി വരും, ഇതെല്ലായിടത്തും കടന്നു വരുന്നത്. അവസാന കാലഘട്ടങ്ങളിൽ ഇതൊക്കെ സംഭവിക്കും. ഇത് കാണുമ്പോൾ നമ്മൾ നിരാശരാകേണ്ട, ദുഃഖിതരാകേണ്ട. പ്രത്യുത ദൈവത്തിൻ്റെ വചനം സത്യമാണ്. യേശു പറഞ്ഞ കാര്യം, ദൈവവചനം സത്യമാണെന്നുള്ള നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ അരൂപി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നമുക്കും എല്ലാത്തിനോടൊരു മടുപ്പ്, പ്രാർത്ഥനയോടൊരു മടുപ്പ്, ഈ വചനം കേൾക്കുന്നതിനോട് മടുപ്പ്. ചിലപ്പോൾ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള മടുപ്പൊക്കെ വരും. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൈവിടരുത് മക്കളെ. കുറച്ചുകൂടി തീക്ഷ്ണതയിൽ ഉറച്ചു നിൽക്കുക. അല്പകാലം കൂടി നീ പിടിച്ചു നിൽക്കുക. പൗലോസ് ശ്ലീഹയൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുക.
നിങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കൃതജ്ഞതാ ഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ഓക്കെ, കണ്ടിന്യൂ ഇൻ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ പ്രാർത്ഥന അരൂപിയിൽ നമ്മൾ വളരണം. കാരണം ഇതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു അരൂപി ചുറ്റുപാടുമുണ്ട്. കോവിഡിന് ശേഷം നമുക്കറിയാം ലോകത്ത് മുഴുവനും ഈ ഒരു സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി എന്ന് പറയും, അല്ലെങ്കിൽ ആ വിശ്വാസത്യാഗത്തിൻ്റെ അരൂപി നമ്മളെല്ലായിടത്തും കടന്നു വന്നുകൊണ്ടിരിക്കുക, അത് ശക്തമായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിലും ഈ ഒരു മടുപ്പ്, ക്ഷീണം, അലസത ഇതൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സമയമാണ്. പിന്നെ ഇതിനോടൊക്കെ വെറുപ്പ്, വിരോധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കും. ദൈവത്തോട്, ദൈവിക സംവിധാനങ്ങളോട്, അതായത് വചനം പറയുന്നത് പോലെ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമാകുന്നതോ ആയ എല്ലാറ്റിനും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അപ്പം ഇതൊരു പ്രോസസ്സാണ്. ഒറ്റ സുപ്രഭാതം ടോ എന്ന് പറയും ഇങ്ങോട്ട് വരികയല്ല ഇരുന്നത്. ഇതിങ്ങനെ വന്ന് ദൈവത്തെയും ദൈവിക സംവിധാനങ്ങളൊക്കെ വെല്ലുവിളിക്കണം. അപ്പം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ വരുന്നതിന് മുമ്പാണ് ഈ UFOs, ഏലിയൻസ്, അന്യഗ്രഹ ജീവികളൊക്കെ ഉണ്ട്, നിങ്ങൾ ബൈബിൾ പറയുന്ന പോലെ ഒന്നും അല്ല, വേറെ മനുഷ്യരൊക്കെ ഉണ്ട് എന്നൊക്കെ കാണിക്കേണ്ട ഒരു ആവശ്യം കൂടിയാണ് ഇവർക്ക്. അപ്പം ഇങ്ങനെ വന്നാൽ മാത്രമേ ദൈവത്തിന് ഇതിനൊക്കെ എതിരായിട്ട് ഒരു സംവിധാനം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ അന്യഗ്രഹ ജീവികളൊക്കെ നമ്മുടെ ഈ ഭൂമിയെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ എന്തു ചെയ്യണം? നമ്മൾ അതിന് ഒരുങ്ങണം. അങ്ങനെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വലിയ വെല്ലുവിളികൾ വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിച്ച്, നമ്മൾ കൊറോണ വന്നൊരു പേടിപ്പിന് നമ്മൾ പേടിപ്പിച്ചതാണ്. അന്ന് കുറേ പേര് പേടിച്ചു പോയി. അങ്ങനെ ഒരു വലിയ ശതമാനം വാക്സിൻ എടുത്ത് രക്ഷപ്പെടാൻ, വാക്സിൻ എടുത്തവരില്ലെന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ചില നമ്പറുകൾ ഇനിയും വരും. അപ്പം അതിൻ്റെ അടുത്ത നമ്പറാണ് ഈ പറയണത് പോലെ അന്യഗ്രഹ ജീവികൾ വരുന്നത്. അന്യഗ്രഹ ജീവി എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇല്ലാത്ത സാധനമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ബൈബിളൊക്കെ പറയുന്നത് മണ്ടത്തരങ്ങളാണ്. അപ്പോൾ ഈ അന്യഗ്രഹ ജീവികൾ വന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, അത് പെട്ടെന്ന് പോയി, അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ എല്ലാവരും ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു കോമൺ ശത്രുവിൽ കൊണ്ടുവന്ന്, അപ്പോൾ ദൈവം എന്ന് പറയുന്നൊരു സംവിധാനമില്ല, ഈ മതം എന്നൊക്കെ പറയുന്നത് വെറുതെ മണ്ടത്തരങ്ങളാണ്, അതുകൊണ്ട് അതൊക്കെ വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ട് ഇതൊക്കെ മാറി ഇന്ന് നമ്മൾ ഒരുങ്ങി ഇവനെയൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡിയാകണമെന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈകാലുകളിൽ ചിപ്പുകൾ ഘടിപ്പിക്കണം. കാരണം ഇതൊക്കെ നമ്മൾ ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ നമ്മളെ ഇവന്മാരെല്ലാം കൂടി ആക്രമിച്ച് നശിപ്പിക്കും. അന്യഗ്രഹ ജീവികൾ വന്ന് നിങ്ങളെ നശിപ്പിക്കുമെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ നമ്പറുകളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഈ പുസ്തകത്തിൽ പറയാത്ത കാര്യങ്ങളൊന്നും ഈ ഭൂമിയിൽ സംഭവിക്കത്തില്ല. ഓക്കെ, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിനോട് തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ്. യെശയ്യായുടെ പ്രവചനം 17-ാമത്തെ അധ്യായം. ഇന്ന് നമ്മൾ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ദമാസ്കസിനെ കുറിച്ചുള്ള അരുളപ്പാട്. ദമാസ്കസ് ഒരു നഗരമല്ലാതാകും, അത് നാശകൂമ്പാരമാകും. അതിൻ്റെ നഗരങ്ങൾ എന്നേക്കും വിജനമായി കിടക്കും. അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മേയും, അവ അവിടെ വിശ്രമിക്കും, ആരും അവയെ ഭയപ്പെടുത്തുകയില്ല. എഫ്രായിമിൻ്റെ കോട്ട തകരും, ദമാസ്കസിൻ്റെ രാജ്യം ഇല്ലാതാകും. സിറിയയിൽ അവശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും. അപ്പോൾ സിറിയ, ദമാസ്കസ് മുതലായ രാജ്യങ്ങളും ഈ അവസാന കാലഘട്ടങ്ങളിൽ ആക്രമിക്കപ്പെടും, നശിപ്പിക്കപ്പെടും എന്നുള്ള പുസ്തകം. ഓക്കെ, അപ്പം നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഇതിലില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് ഇന്ന് ഈ ആൻറ്റി ക്രൈസ്റ്റ് എലമെൻസുകൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. സെഫാനിയയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം, ഗാസ നിർജ്ജനമാകും, അഷ്കലോൺ ശൂന്യമാകും. അപ്പോൾ ഗാസ നിർജ്ജനമാകുന്നതൊക്കെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതപ്പെട്ട് വെച്ചിരിക്കുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും നീ ദൈവവചനത്തോടും യേശുവിനോടും കൂടുതൽ ചേർന്നിരിക്കുകയാണ്. വിശ്വാസം വഴി ക്രിസ്തു നിന്നിൽ രൂപപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം നമ്മളിലുള്ള ആ ത്രിവിധ പാപ അവസ്ഥ അല്ലെങ്കിൽ ലൗകിക മനുഷ്യൻ നമ്മളെ വളരെയധികം നമ്മളിലുണ്ട്. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. അപ്പോൾ നിരന്തരമായ എങ്ങനെ നമ്മൾ രൂപാന്തരപ്പെടണം? സഭയുടെ പഠനങ്ങളും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ, ഇന്ന് ലോകത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ലോകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങോട്ട് ഒപ്പിയെടുക്കരുത്. അതിനെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ സഭയുടെ പഠനമനുസരിച്ച് വേണം നമ്മൾ വിവേചിച്ചെടുക്കണം. ടേക്ക് എവറി തോട്ട് ക്യാപ്റ്റീവ് ഇൻ ക്രൈസ്റ്റ്. 2 കൊരിന്ത്യർ 5:10 പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാ വിചാരങ്ങളെയും ക്രിസ്തുവിൽ നിങ്ങൾ അതിനെ ഏകീകരിക്കണം.
അപ്പം ദൈവത്തിൻ്റെ വചനത്തിലൂടെ വചനമനുസരിച്ച് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ആരെങ്കിലൊക്കെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ ഉടനെ അയ്യോ അങ്ങനെയാണോ, അപ്പോൾ ഈ ബൈബിൾ ഇത്രയും നാളും വിശ്വസിച്ചിരുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നാം. അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യം, ഈ പുസ്തകത്തിൽ പറയാത്തതൊന്നും ഈ ഭൂമിയിൽ സംഭവിക്കില്ല. അതുകൊണ്ട് പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് സിറിയ നാശമാകും, ഗാസ നാശമാകും. വീണ്ടും സക്കറിയായുടെ പ്രവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 11-ാമത്തെ അധ്യായം, ലെബനോനെ നിന്റെ വാതിലുകൾ തുറക്കുക, അഗ്നി നിന്റെ ദേവദാരുകളെ വിഴുങ്ങട്ടെ. അപ്പം ലെബനോനില്ലാത്തത് സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള വചനം തന്നെ, സക്കറിയ 12-ലെ വചനം, ജെറൂസലേമിനെയും യൂദയായെയും ആക്രമിക്കാൻ വരുന്ന ചുറ്റുമുള്ള ജനതകൾക്ക് ജെറൂസലേമിനെ ഞാനൊരു പാനപാത്രമാക്കാൻ പോകുന്നു. ജെറൂസലേമിനെ ആക്രമിക്കാൻ വരുന്ന ഒരു വലിയ സമൂഹം ജെറൂസലേം ഇസ്രായേൽ ജനത്തിന് ചുറ്റും നിൽക്കുകയാണ്. ഇവരെ ആക്രമിക്കാൻ വരുന്നവരെ ഞാൻ, കർത്താവിൻ്റെ വചനം പറയും, ഞാനൊരു പാനപാത്രമാകാൻ പോകുന്നു. അവർ അതിൽ നിന്ന് കുടിച്ച് വേച്ചു വീഴും. അല്ലേ? ഇന്ന് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും വേച്ച് നടക്കുകയാണ്. എത്ര കൃത്യമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയ സഹോദര, ഇനിയും നീ യേശുവിലെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്പോഴും നീ വിശ്വസിക്കാതെ ഈ ലോകത്തിൻ്റെ വഴിക്കുള്ളിൽ നടക്കുന്നവനാണോ? നിന്റെ മുമ്പിൽ വലിയ ദുരിതം വരാനിരിക്കുകയാണ്, വലിയ ദുരന്തം. ഓൾറെഡി നിന്റെ ജീവിതം ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായം 18 വചനങ്ങൾ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ശിക്ഷാവിധിയിൽ പെട്ട് കിടക്കുന്നവനാണോ? നീ ഇപ്പോഴും യേശുവിനെ വിശ്വസിക്കുന്നില്ല, യേശുവിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാതെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വഴിയുണ്ടാകുന്ന നാശങ്ങളും ദുരിതങ്ങളും പേര് നടക്കുന്ന മകനാണോ? സ്വർഗം നിന്നെ വിളിക്കുകയാണ്, കം ഹോം. സ്വർഗം നിന്നെ വിളിക്കുന്നു, യേശു വിളിക്കുന്നു, മാനസാന്തരപ്പെട്ട് വരിക മോനെ. മാനസാന്തരം ഈ ലോകത്തിന്റെ വഴി കൂടി നടക്കരുത്, അത് നാശത്തിലേക്കുള്ളതാണ്. ഈ ലോകത്തിലുള്ള സകല സംവിധാനങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നശ്വരമായ ഈ ലോകത്തിലെ വിശ്വസിച്ച് അതിന്റെ പുറകെ നടക്കരുത്. കാരണം നീ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ഈ ലോകത്ത് നമുക്ക് ചില ദൗത്യങ്ങളുണ്ട്, ആ ദൗത്യങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ ചുറ്റുപാട് നടക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശു നിന്നെ വിളിക്കുന്നു, അവന്റെ രക്തത്താൽ കഴുകപ്പെടുക, അവൻ തരുന്ന രക്ഷ, സൗജന്യമായ രക്ഷ സ്വന്തമാക്കുക, സ്വർഗം ലക്ഷ്യമാക്കി ജീവിതത്തെ പരിവർത്തനം വരുത്തുക. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അല്ലേ? ഇന്നും ലോകത്തിൻ്റെ പ്രവൃത്തി എന്താ? ഈ തിന്മ എന്ന് പറഞ്ഞാൽ കള്ളുകുടി, വ്യഭിചാരം, കൊലപാതകം മാത്രമല്ല. അതൊക്കെ തിന്മ അതിൻ്റെ ഏറ്റവും വലിയ പുറമേയുള്ള എക്സ്റ്റേണൽ വെർഷൻസ് ആണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അടിസ്ഥാനപരമായ തിന്മ, സ്വാർത്ഥത, അഹങ്കാരം, ജഡിക ആസക്തികള്, ധനത്തിനോടുള്ള ആസക്തികള്, ഈ ലോകത്തോട്, ലോകത്തിലെ വസ്തുക്കളോടുള്ള ആസക്തികള്, നമ്മൾ ഭക്ഷണത്തിനോടുള്ള ആസക്തികള്, ആത്മീയ കാര്യങ്ങളിലുള്ള അലസത. അപ്പോ ഇത്തരത്തിലുള്ള അസൂയ, അപരന്റെ വളർച്ചയിലുള്ള അസൂയ, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മളിൽ നിന്ന് കളയണം. ഈ തിന്മ നമ്മളിൽ നിന്ന് ഉപേക്ഷിക്കണം. ഇത് കളയാനായിട്ട് പൊന്നു സഹോദര, ഈ ലോകത്തിൽ ഒന്നിനും ശക്തിയില്ല. അത് നിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ഇട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അരൂപികള്, ഈ ശക്തികള്, ഈ പാപത്തിന്റെ അവസ്ഥകള് നമ്മൾ മോചിക്കപ്പെടണം. ഇത് മോചിക്കപ്പെടാൻ ലോകത്തില് ഒരു കാര്യത്തിന് മാത്രമേ സാധ്യമുള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ നീ കഴുകപ്പെടണം. അപ്പോ ഈ പറയണത് പോലെ ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നൊരു മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഇതൊരു പാപ അവസ്ഥയാണ്. നമ്മള് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ ത്രിവിധ പാപ ആസക്തി കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ലോകം എന്ന് പറയുന്നത്? ഈ ലോകം നമ്മളെ വളരെയധികം ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്തിന്റെ രൂപി. അപ്പൊ അതായത് യേശുവിനെയും യേശുവിന്റെ പ്രബോധനങ്ങളെയും തിരസ്കരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ന് ലോകത്തിലുണ്ട്. 2, കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത എന്ന ത്രിവിധ പാപ ആസക്തികളിൽ കഴിയുന്ന ഈ ഒരു സമൂഹം ജനമാണ്. ഇതിനാണ് ലോകമെന്ന് ബൈബിൾ വിളിക്കുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾ അനുരൂപരാകരുത്, ഈ കാര്യങ്ങൾ നമ്മളിൽ വലരുത്. നീ മേക്ക് ഷുവർ ചെയ്യണം നീ ദൈവത്തിന്റെ വചനമനുസരിച്ച്, യേശുവിനെയും യേശുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണെന്ന്
നീയും നിന്റെ മക്കളൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണെന്ന് ഉറപ്പുവരുത്തുന്ന പൊന്ന് സഹോദരങ്ങളെ. നിങ്ങളുടെ മക്കളൊക്കെ വലിയ വലിയ പഠിത്തക്കാരും വലിയ പഠനവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ ആയിരിക്കും. ദാറ്റ് ഈസ് ഗുഡ്, ഓക്കെ, ഇറ്റ് ഈസ് ഫൈൻ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ദേ ലിവ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വചനം ഒരു ദിവസം വായിക്കുന്നുണ്ട്, ഈ വചനം അനുസരിച്ച് ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ടെന്ന് മാതാപിതാക്കൾ, സഹോദരങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തണം. നിന്റെ മക്കള്, നിന്റെ സഹോദരങ്ങള്, നിന്റെ കൂടപ്പിറപ്പുകൾ, നിന്റെ സുഹൃത്തുക്കളൊക്കെ ഈ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമമെങ്കിലും നടത്തുന്നുണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. അല്ലാതെ നമ്മുടെ മക്കളൊക്കെ ഈ ലോകത്തിൽ വലിയ വലിയ ആൾക്കാരായിട്ട് നടക്കുന്നൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒക്കെ നമ്മളെ വിട്ടേച്ചു പോകും. അന്ന് വലിയ നാശത്തിലും ദുരിതത്തിലും സങ്കടത്തിലേക്ക് നിങ്ങൾ വീഴരുത്. അത് വീഴാണ്ടിരിക്കാനായിട്ടാണ് പറയണത്. നമ്മുടെ മക്കളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തിനേക്കാൾ അധികമായ അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ മക്കളെ, ഈ ലോകത്തില് വലിയ പ്രതിസന്ധികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രതിസന്ധിയിലും ദൈവത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ നമ്മളെ ലോകം വിളിക്കുകയാണ്. കാരണം ഈ ലോകത്തില് വലിയൊരു ദൈവരാജ്യം സ്ഥാപിക്കാൻ നമുക്ക് കർത്താവ് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. തിന്മ അതിൻ്റെതായ പണികൾ ചെയ്യുന്നുണ്ട്, അത് ചെയ്തു കൊള്ളട്ടെ. പക്ഷേ ഗോഡ് സ്റ്റിൽ റൂൾ ദ വേൾഡ്. ഇന്നും ഈ ലോകത്തെ കർത്താവാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കണം. സൽപ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ ചെയ്യണം. എന്താണ് ഈ നന്മ പ്രവൃത്തി? നന്മ പ്രവൃത്തി എന്ന് പറയുന്നൊരു കാര്യം ഒന്നേ ഉള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമാണ് നന്മ പ്രവൃത്തി. അല്ലാതെയുള്ള പ്രവൃത്തികൾ എത്ര നല്ലതെന്ന് ഈ ലോകത്തിൽ നിങ്ങൾക്ക് തോന്നിയാലും അത് തിന്മയാണ്. ഓക്കെ, നീ ചെയ്യുന്ന പ്രവൃത്തികൾ, നീ ചെയ്യുന്ന സംവിധാനങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണോ? ഇന്ന് ലോകം സെൽഫ് ഗ്ലോറിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. കുറേ സ്വന്തമായിട്ട് സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുക, അധികാരങ്ങൾ ഉണ്ടാക്കുക, സമ്പത്തുണ്ടാക്കുക, സുഖസൗകര്യം ഉണ്ടാക്കുക, ഇങ്ങനെ സ്വന്തം മഹത്വത്തിന് വേണ്ടി ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി, ഒരു അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുന്നൊരു ലോകത്തിൽ നമുക്കൊരു ടെൻഡൻസിയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ യുവ തലമുറ, നമുക്ക് ഈ ഓൾ ദ സെലിബ്രിറ്റീസ്, ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ സെലിബ്രിറ്റീസ് ഉണ്ട്, എല്ലാ ഹോളിവുഡ്, ബോളിവുഡ്, നമ്മുടെ മലയാളത്തിൽ സിനിമയിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാർസ്, നമ്മുടെ സ്പോർട്സ് സ്റ്റാർസ്, ഇവരൊക്കെ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഇതുപോലെ ജീവിക്കുവാനുള്ള ഒരു പ്രവണത ഇന്നത്തെ യുവതലമുറയ്ക്കുണ്ട്. അതൊരു ഫോബിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു തലമുറയുണ്ട്. ഇതിനുവേണ്ടി പരിശ്രമിച്ച് വലിയ നഷ്ടത്തിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ദുരിതത്തിലും വന്നു വീഴുന്ന ഒരു തലമുറ. അങ്ങനെ ദേ ഫൈനലി fall in the trap of depression. അതൊരു വലിയ തലമുറ ഡിപ്രഷനിൽ ജീവിക്കുക. എന്താണ് ഈ ഇന്ന് ലോകത്തിലെ ഈ സെലിബ്രിറ്റീസിൽ 98% സാത്താനെ സേവിക്കുന്നവരാണ്. അപ്പോൾ അവർ ആ പറഞ്ഞ കൂട്ടായ്മയിൽ പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരിങ്ങനെ ലോകത്തിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പണ്ടും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഏദൻ തോട്ടത്തിലെ ആ പഴം, ഇന്ന് ഈ പഴം പല രീതിയിലാണ് വരുന്നത്, പല വ്യക്തിയിലൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ഈ ധനത്തിൻ്റെ സുഖങ്ങൾ, കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ ലോകത്തിൻ്റെ പ്രൗഢി, ലോകത്തിൻ്റെ പ്രഭ, ഇങ്ങനെ ഈ ലോകത്തിൻ്റെ കയ്യടികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ പോലെ ആകുവാനുള്ള ഒരു വലിയ പ്രവണത ഇന്നത്തെ യുവതലമുറയിലുണ്ട്. ഈ തലമുറ, അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they fall into this trap and they fell into all kinds of depression. അപ്പോൾ ഇങ്ങനെ ഈ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാനാണ്. മക്കളെ, ഇതിനൊന്നും നമ്മൾ അനുരൂപരാകരുത്. നമുക്ക് വേണം ഡീസൻ്റായിട്ട് ജീവിക്കുക, ഈ ലോകത്തിൽ സന്തോഷത്തിൽ ജീവിക്കുക, സമൃദ്ധമായിട്ട് ജീവിക്കുക. ആൻഡ് ഇവർ കാണിക്കുന്ന പോലെ ഈ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകരുത്. അത് നിനക്ക് കെണിയാണ്. അത് ഏദൻ തോട്ടത്തിലെ പഴം പോലെ ഇന്നും കെണിയാണ്. അതിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം നടക്കുന്നുണ്ട്. അപ്പോൾ നീ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ഇതിലത് പെട്ട് കിടക്കുന്ന മകനാണോ, നിന്നെ യേശു വിളിക്കാണ്. ഈ ലോകത്തിൽ നിന്നെ ശിക്ഷ വിധിക്കാതെ, നിന്നെ കുറ്റപ്പെടുത്താതെ, നീ ചെയ്ത തെറ്റുകൾ, അപരാധങ്ങൾ നിന്നോട് നിരുപാധം ക്ഷമിച്ച് നിന്നെ കൈപിടിച്ചുയർത്താൻ ഇന്നൊരു ദൈവമുണ്ട് മകനെ. നിന്റെ സകല പാപങ്ങളും നിന്നോട് ക്ഷമിച്ച് നിന്നെ ഉയർപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. നീ ദൈവത്തിൻ്റെ പുറകെ വരണം. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു. വേറൊരുവനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ, ഭൂമിയുടെ മുകളിൽ നീ ഇന്നായിരിക്കുന്ന ദുരവസ്ഥയിൽ, നീ ശിക്ഷാവിധിക്ക് വിധിക്കെട്ട് വചനപ്രകാരം നീ ഈ സത്യത്തിൽ നിന്ന് വേർതിട്ട്
ജീവിക്കുന്ന വെളിച്ചത്തിൽ നിന്ന് മാറി അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു മകനായിരിക്കാം. പക്ഷേ അന്ധകാരം നിന്നെ നിന്ന് വിഴുങ്ങിയിരിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ അന്ധകാരത്തിൽ നിന്നെ ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നുണ്ട്. അവൻ്റെ പേരാണ് യേശു. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരണം. കർത്താവ് നിന്നെ കാത്തിരിക്കുകയാണ്. ലോകത്ത് എന്തെല്ലാം പ്രശ്നമുണ്ടായാലും നിന്റെ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ എത്ര വലിയ പാപിയാണെങ്കിലും, നീ എത്ര വലിയ തകർച്ചയിൽ കിടക്കുന്നവനാണെങ്കിലും നിന്നെ കർത്താവ് ഉയർപ്പിക്കും. യേശുവിലാണ് നമ്മൾ ശരണപ്പെടേണ്ടത്. ചിലപ്പോഴെങ്കിലും ആൾക്കാരെ ഇതിൻ്റെ ഇടയിൽ എന്നോട് കമൻ്റൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഈ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് പറയുമ്പോൾ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചേട്ടനിങ്ങനെ വളരെ സുഖസന്തോഷത്തിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ സുഖത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജീവിക്കുന്നവർക്ക് സാധാരണക്കാരായ മനുഷ്യരുടെ കഷ്ടപ്പാട് അറിയത്തില്ല. ഞങ്ങളുടെ വേദനകൾ, ദുഃഖങ്ങൾ, പട്ടിണി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, കുടുംബത്തിലെ വലിയഭാനം ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവൻ തന്നെയാണ് ഞാൻ. എൻ്റെ അത്രയൊന്നും നിങ്ങൾ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് വേദനയും ദുഃഖങ്ങളും, പരാജയങ്ങൾ, തകർച്ചകൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ജോലി പോയ കറി, 7 മക്കൾ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. 7 മക്കൾ ഉദരത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയവനാണ്. ബാക്കി 7 മക്കൾ കൂടെയുണ്ട്. ഈ 7 മക്കളിൽ 5 പേര് മരണക്കിടക്കയിലൂടെ, മരണത്തെയൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മളെ വീണ്ടെടുക്കാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു. അപ്പോൾ അവനിൽ നമ്മൾ ശരണപ്പെടണം. ഓക്കെ, ജീവിതത്തിൽ 10-24 വർഷങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം പഠിച്ച് തോറ്റ് ഡിഗ്രി ഇല്ലാതെ 12 വിഷയത്തിൽ 11 തോറ്റ് കിടക്കുന്നതാണ്. അങ്ങനെ ഈ ലോകത്തെ എന്തെല്ലാം നാശങ്ങളോട് അതിലൂടെ എല്ലാം കടന്നു പോയവനാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാനിത് പ്രഘോഷിക്കുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ചേട്ടനിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് പാവപ്പെട്ടവരെ ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും എടുക്കാൻ. നോ, നിങ്ങളിപ്പോൾ ഇത് ജീവിത അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെല്ലാം വെറുതെ കഥകളല്ല. ഇതെല്ലാം സത്യമായ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും അതിൽ നിന്ന് യേശു കരുപിടിച്ച് ഉയർത്തിയതും ഇതേപോലെ ആയിരങ്ങളെ എൻ്റെ ചുറ്റുപാടുള്ള ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് സംസാരിക്കണം. അതുകൊണ്ട് വിചാരിക്കരുത് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അബദ്ധങ്ങൾ പറ്റാം, നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റാം, നമ്മുടെ ചിന്താഗതികൾ മാറാം, നമ്മുടെ അറിവുകൾ തെറ്റാം. ഇതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ തെറ്റിക്കഴിഞ്ഞാൽ തെറ്റിപ്പോയി തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാണ്. എന്നും നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഒരിക്കലും ശിക്ഷ വിധിക്കാതെ, നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ, നിന്നെ ഒരിക്കലും വഴക്ക് പറയാതെ, നീ ചെയ്ത പാപത്തിൻ്റെ കണക്ക് ചോദിക്കാതെ നിന്നെ വീണ്ടെടുക്കാൻ തയ്യാറായി എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് നിന്നെ ദൈവത്തിൻ്റെ മകനായി തീർക്കാൻ കഴിവുള്ള ഒരു ദൈവം നിരപ്പുണ്ട്. ഓക്കെ, ആ യേശുവിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അവൻ്റെ വചനം എന്ന് പറയുകയാണ്. നമ്മൾ സക്രിയയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ജെറൂസലേമിനെ യൂദയെ ആക്രമിക്കാൻ വരുന്ന ചുറ്റുമുള്ള ജനതകൾക്ക് ജെറൂസലേമിനെ ഞാനൊരു പാനപാത്രമാക്കാൻ പോകുന്നു. അവർ അതിൽ നിന്ന് കുടിച്ചു വേച്ചു വീഴും. അന്ന് ഞാൻ ജെറൂസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ എല്ലാ ജനതകളും അതിനെതിരെ ഒത്തുചേരും. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ജെറൂസലേം എന്ന് പറയും ഇസ്രായേലിൽ നിന്ന് നമുക്ക് തന്നെ അസ്വസ്ഥത തോന്നുകയാണ്. കാരണം അവർ മറ്റെല്ലാവർക്കും ഭാരമുള്ളൊരു കല്ലായി മാറി. വെറുതെ കയറി മാന്തി, എല്ലാ ചുറ്റുപാടുള്ള എല്ലാ രാജ്യങ്ങളും വെറുതെ കയറി മാന്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ മാന്തി എല്ലാവർക്കും ഒന്നും അവൻ കാരണം അവനൊരു മതം പൊട്ടി ആനേനെ പോലെയാണ്. അവൻ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഒരു അടയാളമാണ്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ലോകാന്ത്യം വരെ നിലനിൽക്കേണ്ട ചില സത്യങ്ങളാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുകയാണ്. അവനെ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ, ജെറൂസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ജെറൂസലേമിനെ, ഇസ്രായേലിനെ തോണ്ടാൻ പോകുന്നവനൊക്കെ മുറിവേൽപ്പിക്കപ്പെടുകയാണ്. നമ്മൾ കാണുന്നുണ്ട് ഫലസ്തീൻ, ലെബനൻ, ഇനിയിപ്പം ഇറാൻ, ഇറാഖ്, ഇതുപോലെ സിറിയ, ആരൊക്കെ ഇനിയിപ്പോൾ അടുത്ത UAE-ക്കാർക്കും ഇങ്ങനെ ഇവർക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തോണ്ടി എല്ലാവർക്കും ഇവനൊരു ഭാരമായിട്ട് മാറും. ഇതൊക്കെ വചനത്തിൽ വളരെ കൃത്യമായിട്ട്, ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി മുമ്പോട്ട് പോകുന്തോറും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇസ്രായേൽ ജനം ലോകത്തിലെ എല്ലാ ജനതകൾക്കും ഒരു ഭാരമായി മാറും. കാരണം വെച്ചാൽ അവൻ്റെ നിലനിൽപ്പാണ്. അവന് ഇനി ഭൂമിയിലൊരു പൊട്ട് സ്ഥലമേ ഉള്ളൂ. ഇവൻ്റെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അവനുണ്ട്. അതുകൊണ്ട് ഇവനെ നശിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഇവനെതിരായിട്ട്, ഇവന് വിരുദ്ധമായിട്ടുള്ളതിനെ സകലത്തിനെ അവൻ തീർക്കും. അത് അവന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്. അപ്പം അങ്ങനെ വന്ന് അവസാനം എന്ത് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവന് എതിർപ്പായി നിൽക്കുന്ന, അല്ലെ ഇവന് വിരുദ്ധമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവന് ഭീഷണിയായി നിൽക്കുന്ന എല്ലാ സംവിധാനത്തെയും ഇവൻ തീർക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായി ഇന്ന് വചനം പറയുന്ന പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒരു പകുതിയെ ആയിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഇറ്റ് ഹാസ് ടു ഗോ എ ലോങ് വേ. അപ്പോൾ ഇനി ബാക്കി രാജ്യങ്ങൾ, റഷ്യയൊക്കെ ഇതിനകത്തൊക്കെ വരും. എല്ലാം വചനത്തിൽ പറയുന്ന പോലെ, എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ ഇതെല്ലാം കൂടി ചേർന്ന് അവസാനം ഇവനെതിരെ വരുന്നൊരു കാലഘട്ടം വരും. എന്നാലും
കുറച്ച് സമയമുണ്ടാവും. അപ്പോൾ എന്നാലും വലിയ സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുങ്ങുക. മനസ്സിലായില്ലേ? ഈ വചനങ്ങളെല്ലാം കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ വചനത്തിൽ പറയാത്ത ചില കാര്യങ്ങളും ലോകത്ത് സംഭവിക്കുന്നതായിട്ട് തോന്നും. അത് നിങ്ങൾ വിശ്വസിക്കരുത്. ഓക്കെ, ഈ അന്യഗ്രഹ ജീവികളൊക്കെ വന്ന് നാളെ നമ്മളെ പിടിച്ച് വിഴുങ്ങും തിന്നുന്നു നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇതിനകത്ത് പറയാത്ത കാര്യങ്ങളെ കുറിച്ച് നീ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പക്ഷെ ഇതൊക്കെ ഒരു കെണിയാണ്. ഇതൊക്കെ അവസാന കാലഘട്ടങ്ങളിൽ നമ്മളെ ചതിയിൽപ്പെടുത്താനും വിശ്വാസത്തിൽ നമ്മളെ നിൽക്കാനുള്ള പല പ്രലോഭനങ്ങളും ലോകത്തിലുണ്ടാവും. ഈ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടണം. ചോദ്യം ചെയ്താലേ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയുള്ളൂ. അതുകൊണ്ട് ഗെറ്റ് റെഡി. നല്ല പ്രലോഭനങ്ങൾ വരും, വലിയ പ്രതിസന്ധികൾ വരും, വലിയ വെല്ലുവിളികൾ വരും. ഇതിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലെല്ലാം കടന്നുപോയവനാണ്, മരണത്തേക്ക് മുഖാമുഖം ദർശിച്ചവനാണ്. പക്ഷേ ഇന്നും ധൈര്യത്തോടെ പറയാം, ഇതിനൊന്നും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഇഫ് ഗോഡ് ഈസ് ഫോർ യു, നോബഡി ക്യാൻ ബി അഗൈൻസ്റ്റ് യു. അതുകൊണ്ട് നമ്മളും ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ചിന്തകളെയൊക്കെ മാറ്റാൻ വേണ്ടി ദൈവം ചില വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളൊക്കെ തരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അത് ദൈവം തന്നെ അനുവദിക്കുന്നതാണ്. നീ അതിനെ ഓർത്ത് അസ്വസ്ഥനാകണ്ട. എന്തിനാണ് ദൈവം അനുവദിക്കുന്നത്? ദൈവമായിരിക്കണം നിന്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം, വേറൊന്നും ആകാൻ പാടില്ല. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് ഈശോ മിശിഹായിലല്ലാതെ ആ മൂലക്കല്ലിൽ വേണം, ആ കല്ലിൽ വേണം നിന്റെ ജീവിതത്തെ പടുത്തുയർത്താനായിട്ട്. ഈ ലോകത്തിൽ പടുത്തുയർത്തരുത്, ലോകത്തിലൊരു സംവിധാനത്തിൽ പടുത്തുയർത്തരുത്, ലോകത്തിലെ ഒരു തത്വസംഹിതകളിൽ പടുത്തുയർത്തരുത്. യേശുവിലും യേശുവിൻ്റെ വചനത്തിലും നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുക. ഈ വരുന്ന എല്ലാ വെല്ലുവിളികളും നിനക്ക് നേരിടാനും അതിൻ്റെ മേൽ വിജയം വരിക്കാനും നിനക്ക് കർത്താവ് കൃപ തരും. പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. കാരണം നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടണം. പരീക്ഷിക്കപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ അവസാന കാലഘട്ടങ്ങളിൽ വലിയ വിശ്വാസത്യാഗം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. ബട്ട് ജീസസ് ഈസ് വിത്ത് us. ഓക്കെ, ഡോണ്ട് വറി. പരിശുദ്ധ അമ്മേനെ ചേർത്ത് പിടിക്കുക. അവൾ ഇതിലൂടെയൊക്കെ കടന്നു പോയവളാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി വിശ്വാസം പരീക്ഷിക്കപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം. അതിനൊക്കെ അതിജീവിച്ച് കാൽവരി മലയുടെ കുരിശിൻ ചുറ്റിൽ നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, ഇതാ എൻ്റെ അമ്മ. എന്നെ പോലെ തന്നെ സകല പ്രതിസന്ധികൾ അതിജീവിച്ച് അവള് കുരിശിന് ചുവട്ടിൽ ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് നിൽക്കുകയാണ്. സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഡോണ്ട് വറി. അന്ന് നമ്മുടെ യേശുവും അവൻ്റെ അമ്മയും അതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ മണവാട്ടിയും അവളുടെ മക്കളും ഇതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതാണ്. പക്ഷേ ഭയപ്പെടേണ്ട. ഓക്കെ, ധൈര്യമായിട്ടിരിക്കുക, കർത്താവിനെ മുറുകെ പിടിക്കുക. ഗോഡ് ബ്ലെസ് യു.